ഹലോ, വെൽക്കം ബാക്ക് ടു അനിയമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പയച്ചില തോരനാണ്. പയറിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരനാണ്. അടിപൊളി ടേസ്റ്റാണ്. മോറോവർ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാട്ടോ. ഫസ്റ്റ് നമുക്ക് പയറിൻ്റെ ഇല പറിക്കണം. അപ്പോൾ നമ്മൾ ഇല എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, തളിര ഇല നോക്കിയെടുക്കുക. അധികം മൂക്കാത്ത ഇല നോക്കി വേണം നമ്മൾ പറിക്കാൻ. നമ്മളങ്ങനെ തോരന് ആവശ്യമായിട്ടുള്ള പയറിൻ്റെ ഇല പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാന്താരി മുളകും കൂടിയും പറിക്കാം തോരന് വേണ്ടിയിട്ട്. നമ്മൾ തോരന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളകും പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഈ പയറിൻ്റെ ഇല നോക്കിയെടുക്കണം. പുഴുക്കുത്തുള്ള ഇലകളൊക്കെ മാറ്റി, ചീത്ത ഇലകളൊക്കെ മാറ്റി നല്ല ഇലകൾ മാത്രം എടുക്കുക. നല്ലപോലെ നോക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് നമുക്ക് നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം, അരിഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ഈ ഇല കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ നല്ലപോലെ ഇളം ഇലകളാണ്, അധികം മൂക്കാത്ത ഇലകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൂപ്പില്ലാത്ത ഇലകൾ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. തിന്നായിട്ട് അരിഞ്ഞു കൊടുക്കുക. വളരെ നേരിയതായിട്ടാണ് കേട്ടോ അരിഞ്ഞു കൊടുക്കുന്നത്. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരി മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഒരു പിടി കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പാടെ ഇട്ടിട്ട് ഒന്നും കൂടി ചതച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളിയും 6 വെളുത്തുള്ളിയും ഇട്ടൊന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ കാന്താരി മുളകിന് പകരം പച്ചമുളക് ഇട്ടാലും മതി. പക്ഷെ കാന്താരി മുളകാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അതില്ലെങ്കിൽ, കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. ഇനി നമുക്ക് ഈ ചതച്ചെടുത്ത കാന്താരി മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ ഒരുപാട് അരഞ്ഞു പോവണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങയും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു മൺചട്ടി സ്റ്റവിൽ വെച്ച് കൊടുക്കാം. ചട്ടി നല്ല പോലെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പയറിൻ്റെ ഇലയില്ലേ, അതിട്ട് കൊടുക്കാം. നമ്മളപ്പോൾ പയറിൻ്റെ ഇല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കാന്താരി മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വടൊരു കൂട്ടുണ്ടായിരുന്നില്ലേ, അതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും പിന്നെ ഉപ്പും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നൊരു കാര്യം, നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ആ കാര്യം ശ്രദ്ധിക്കാം കേട്ടോ.
നമ്മളങ്ങനെ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇലയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ പച്ച വെളിച്ചെണ്ണ ടേസ്റ്റ് നല്ല പോലെ ഹൈലൈറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതൊരിക്കലും സ്കിപ്പ് ചെയ്തത് വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഇങ്ങനെ എണ്ണ ലാസ്റ്റ് തൂവി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തിയുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ പയറ്റില തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.